സോ അടുത്ത ബാക്ടീരിയൽ ഡിസീസാണ് ന്യൂമോണിയ. ന്യൂമോണിയ ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. ന്യൂമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂമോണിയയ്ക്ക് കാരണക്കാരായുള്ള ബാക്ടീരിയ എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അല്ലെങ്കിൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അല്ലെങ്കിൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ ഇത് രണ്ടും ന്യൂമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. സോ ഈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അഥവാ അല്ലെങ്കിൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ ഈ രണ്ട് പാത്തോജനിക് ബാക്ടീരിയയും ഇൻഫെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലെ ലങ്സിലെ ആൽവിയോളയാണ്. സോ ആൽവിയോളെ ഓഫ് ലങ്സിനെയാണ് നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ പാത്തോജനിക് ആയിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അല്ലെങ്കിൽ വേറെ ബാക്ടീരിയ ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ ഇത് രണ്ടും നമ്മുടെ ബോഡിയിൽ ലങ്സിലെ ആൽവിയോളൈ എന്ന് പറഞ്ഞ ആ ഭാഗത്തിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അതായത് എയർ ഫിൽഡ് സാക്ക്, നമ്മുടെ ബോഡിയിൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് നടക്കുന്ന ആ ആൽവിയോളൈ. സോ എയർ ഫിൽഡ് സാക്കായ ആൽവിയോളൈ ഓഫ് ലങ്സിലെ ആൽവിയോളയെയാണ് ഈ പറഞ്ഞ ബാക്ടീരിയ എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ നടക്കുന്നത്. സോ ആൽവിയോളൈ ഈ ഇൻഫെക്ഷൻ്റെ ഭാഗമായി നമ്മുടെ ബോഡിയിലെ ആൽവിയോളൈ ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ്. ഈ ആൽവിയോളൈ ശരിക്കും പറയുന്നത് എങ്ങനെയാണ്? എയർ ഫിൽഡ് സാക്കുകളാണ് ലങ്സിലെ ആൽവിയോളൈ. ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് പാസേജിന് വേണ്ടിയിട്ട് ഒരു ഡിഫ്യൂഷന് വേണ്ടിയിട്ടാണ് ഈ ആൽവിയോളൈ. പക്ഷേ ഈ പറഞ്ഞ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൽവിയോളയിൽ ഒരു ഫ്ലൂയിഡ് വന്ന് ഫില്ലാവും. സോ ആൽവിയോളൈ ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ്, അങ്ങനെ നമുക്ക് ഒരുപാട് റെസ്പിറേറ്ററി പ്രോബ്ലംസ് വരുന്നു. സോ ഈ ആൽവിയോളയിൽ ഫ്ലൂയിഡ് വന്ന് ഫില്ല് ചെയ്യുന്നു. കാരണം ഈ പറഞ്ഞ പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയ ആൽവിയോളയിൽ വന്ന് ഇൻഫെക്റ്റ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ആൽവിയോളൈ ഓഫ് ലങ്സിൽ എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരുപാട് ഫ്ലൂയിഡ് വന്നു. ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? നമ്മുടെ റെസ്പിറേഷനെ ബ്ലോക്ക് ചെയ്യുന്നു. സോ സിവിയർ പ്രോബ്ലംസ് നമ്മുടെ റെസ്പിറേഷന്, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ നമുക്ക് സിവിയർ ആയിട്ട് ഉണ്ടാവുന്നു. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ നമുക്ക് എന്തായിരിക്കും? പനി ഉണ്ടാകും, ഫീവർ, അതുപോലെ ചിൽ, നല്ല വിറയലുണ്ടാവും. സോ പനി, നല്ല വിറയുള്ള പനി, അതുപോലെ ചുമയുണ്ടാകും, അതുപോലെ ഹെഡ് ഏക്ക്, തലവേദനയുണ്ടാവും. സോ ഫീവർ, ചിൽ, കഫ്, ഹെഡ് ഏക്ക് ഇതൊക്കെ നമുക്ക് സാധാരണയായിട്ട് കാണുന്ന സിംറ്റംസാണ് ന്യൂമോണിയ. സോ നമുക്കൊരു കോമൺ കോൾഡ് വന്നാലും ഉണ്ടാകുന്ന സിംറ്റംസ് തന്നെയാണിത്. അപ്പോൾ ഒരുപക്ഷെ നമ്മളിത് തിരിച്ചറിയാതെ പോകാം. ഇതൊരു സാധാരണ കോൾഡാണോ അതോ ഇതുപോലെ ന്യൂമോണിയ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാതെ പോകാം. അപ്പോൾ എന്ത് ചെയ്യും? സിവിയറായിട്ട് നമുക്ക് തിരിച്ചറിഞ്ഞില്ല എന്ന് വെച്ചാൽ സിവിയർ കേസുകളിൽ ഇതിൻ്റെ സിംറ്റംസ് മാറുന്നു. സിവിയർ കേസിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ചുണ്ട്, ലിപ്സ്, അതുപോലെ ഫിംഗർ നെയിൽസ്, നമ്മുടെ നഖത്തിൻ്റെ ആ ഈ വൈറ്റ് കളർ ഭാഗമൊക്കെ എന്തായി മാറുന്നു? ടേൺ ബ്ലൂയിഷ് കളർ. സോ നമ്മുടെ ചുണ്ടിനും ഈ നഖത്തിൻ്റെ ആ ഫിംഗർ നെയിൽസിനൊക്കെ എന്ത് കളറായി മാറുന്നു? ബ്ലൂ കളർ. സോ പ്രോപ്പറായിട്ട് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂഷൻ നടക്കാതെ നമ്മുടെ ബോഡിയിൽ പ്രോപ്പറായിട്ട് സെല്ലുകളിൽ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ചുണ്ടിനും ലിപ്സിനും അതുപോലെ ഫിംഗർ നെയിൽസിനും ഈ നഖത്തിൻ്റെ അവിടെയൊക്കെ നമുക്ക് എന്ത് കളറായിട്ട് വരും? ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ ബ്ലൂയിഷ് കളറായിട്ട് വരുന്നു. സോ അതാണ് സിവിയർ ആയിട്ടുള്ള ഒരു സിംറ്റം. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്? സോ ഒരു ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് ഒരു ഹെൽത്തി പേഴ്സണിലേക്ക് ഈ പറഞ്ഞ ഇൻഫെക്ഷൻ വരുന്നത് എങ്ങനെയാണ്? ഇൻഹെയിലിംഗ് ഡ്രോപ്ലെറ്റ്സ്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ സ്നീസ് ചെയ്യുകയോ അല്ലെങ്കിൽ കഫ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അവരുടെ അവിടെ നിന്ന് വരുന്ന ആ ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിനെ നമ്മൾ എയറോസോൾ എന്ന് പറയും. എന്താണോ പാത്തോജനിക് ആയിട്ടുള്ളത് എയറിൽ വരുന്നത്. സോ ഇൻഹെയിലിംഗ് ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ എയറോസോൾ, ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് വരുന്ന ഡ്രോപ്ലെറ്റ്സ്, കഫ് ചെയ്യുക, സ്നീസ് ചെയ്യുമ്പോൾ, അതുപോലെ എയറോസോൾ റിലീസ്ഡ് ബൈ ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഇൻഫെക്റ്റഡ് ഈ അസുഖം ബാധിച്ച ഒരാളിൽ നിന്ന് അവരുടെ സ്നീസിൽ നിന്നോ കഫിൽ നിന്നോ വരുന്ന ഈ പറഞ്ഞ ഡ്രോപ്ലെറ്റ്സുകൾ അല്ലെങ്കിൽ എയറോസോൾസ് വഴി ഒരു ഹെൽത്തി പേഴ്സണിലേക്ക് ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഫെക്റ്റഡ് ആയ പേഴ്സൺ യൂസ് ചെയ്യുന്ന അവരുടെ ഗ്ലാസ് അല്ലെങ്കിൽ യൂട്ടെൻസിൽ, പാത്രങ്ങൾ, അവർ കൈകാര്യം ചെയ്യുന്ന യൂട്ടെൻസിൽ, ഗ്ലാസ്സുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു ഹെൽത്തി പേഴ്സൺ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ യൂട്ടെൻസിലും ഗ്ലാസ്സിലൊക്കെ ഈ ഡ്രോപ്ലെറ്റ്സ്, എയറോസോൾസൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അവർ സ്നീസ് ചെയ്യുമ്പോഴും കഫ് ചെയ്യുമ്പോഴൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് കൈകാര്യം ചെയ്യണമെങ്കിൽ, ഒരു ഹെൽത്തി പേഴ്സൺ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യാം. അങ്ങനെയാണ് മോഡ് ഓഫ് സ്പ്രെഡിങ് എന്ന് പറയുന്നത്. സോ ഇതാണ് ന്യൂമോണിയ എന്ന് പറഞ്ഞ ബാക്ടീരിയൽ ഡിസീസ്.